ഹായ് ഗായ്സ്, ഗിൽബ്രോന്ന് വീഡിയോ ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ 7 മത്സരാർത്ഥികളാണുള്ളത്. 7 മത്സരാർത്ഥികൾ ചിലരൊക്കെ വീക്ക് കണ്ടസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് നിങ്ങൾ ഇന്ന് വോട്ട് ചെയ്തതെന്നും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വരും മണിക്കൂറുകളിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾ ബിഗ് ബോസ് സംബന്ധമായ എല്ലാ ന്യൂസും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഏതായാലും ഇന്ന് രാവിലെ 8 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ വമ്പൻ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്നാം പൊസിഷനിൽ ജിൻഡോ മാറ്റമില്ലാണ്ട് തുടരുകയാണ് ചെയ്യുന്നത്. വമ്പിച്ച ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ജിൻഡോ ഒന്നാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ 58,790 എന്ന കൂറ്റൻ വോട്ട് നേടി തൻ്റെ പൊസിഷൻ ഒന്ന് സുരക്ഷിതമാക്കിയിരിക്കുകയാണ് ജിൻഡോ. രണ്ടാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ശ്രീതു കയറി വന്നതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. കാരണം സിജോ ആയിരുന്നു രണ്ടാം പൊസിഷനിലുണ്ടായിരുന്നത്. സിജോനെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ അട്ടിമറി നടത്തി ഇപ്പോൾ രണ്ടാം പൊസിഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ് ശ്രീതു. മൂന്നാം പൊസിഷനിൽ ഇപ്പോൾ സിജോ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് സിജോ തള്ളപ്പെട്ടിരിക്കുന്നത്. ശ്രീതുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ മൂന്നാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് സിജോ ചെയ്തിരിക്കുന്നത്. നാലാം പൊസിഷനിൽ അപ്സര തന്നെയാണ് തുടർന്ന്. അപ്സരയ്ക്ക് ചെറിയൊരു മുൻതൂക്കം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. 30,120 വോട്ട് നേടിയാണ് അപ്സര തൻ്റെ നാലാം പൊസിഷനിൽ സുരക്ഷിതമായി നിലനിർത്തിയിരിക്കുന്നത്. അഞ്ചാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ശരണ്യ കയറി വന്നിട്ടുണ്ടായിരുന്നു. വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ശരണ്യ ആറാം പൊസിഷനിലായിരുന്നു. എന്നാൽ വീണ്ടും കയറി വന്നു നന്ദനെ അട്ടിമറിച്ചുകൊണ്ട് 5ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇപ്പോൾ ശരണ്യ. 6ാം പൊസിഷനിൽ നന്ദന തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഓരോ മണിക്കൂർ ഇടപെട്ട് നന്ദനയും ശരണ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 27,002 വോട്ട് നേടി 6ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 7ാം പൊസിഷനിൽ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കത്തിലും ശ്രീരേഖ തന്നെയാണ്. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ശ്രീരേഖ ഇപ്പോൾ നന്ദനയുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.